ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം 2-ാം ദിവസം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട്. ഇന്നത്തെ പ്രാധാന്യം ഭദ്രകാളി അവതാരം, മഹാസർവ ഐശ്വര്യ പൂജ. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരി. നാരായണ ഹരേ നാരായണ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുന്നതായിട്ടുള്ള രംഗത്തെയാണ് ഇപ്പോൾ വർണ്ണിച്ചത്. കപിലൻ എന്ന പേരിലാണ് ഹരേ നാരായണ 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 ഹരേ. ഏതദാഖ്യാഹിമേ ബ്രഹ്മഞ്ജാമാതു ശുശിരസ്യ ച ദ്വേഷസ്തു യഥാ പ്രാണാം തപ്തിജേതുസ്തിജാൻ സതി മൈത്രേ വാജാപരാം ശുശ്രാം സത്രേ സമേത പരമർഷയ തഥാ അമർഗണാ സർവേ സാനമിതമിരം കുർവൻ തന്മഹൽ സദാ ഉദതിഷ്ഠൻ സദസ്യാസ്തേ സുധിഷ്ണേഭ്യ സഹാഗ്നയാർദേ വിരിഞ്ചം സർവം ച തൽഭാസാ ക്ഷിപ്തചേതസ സദസസ്വദഭിർദക്ഷോ ഭഗവാൻ സാധു സൽകൃത അജം ലോകഗുരും നത്വാ നശസാ നിശ്ചിതാം പ്രാപ്തോ യന്മേ ദുഗുരഗ്രഹിൽ പാണിം വിപ്രാഗ്നിം കഥാ സാവിത്രാദസാ വസാധ്വൽ ദക്ഷോ ഗിരിത്രാ വിസൃജ്യ ശാപം തസ്മാ നന്ദീശ്വരോ രോഷകഥ കഷായ ദോഷിത ദക്ഷാ ശാപം വിസസർജ കാരണം മേ ചാന്നമോദം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഞാൻ അട്ടഹാസത്താൽ ശുദ്ധി ദീക്കുകൾ എട്ടിനോമെന്നും നൽകും ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ആട്ടിൽ ആനന്ദമെന്നുറങ്ങും ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗ്രാമത്തിൽ പോയി ഒരു തോണി കൊണ്ടുവരാം. അപ്പുറത്തെ ഗ്രാമത്തിൽ പോയി ഒരു തോണി കൊണ്ടുവരാം. തോണി എങ്ങനെയാ കൊണ്ടുവരേണ്ടത്? തോണി ഒരു ലോറിയിലെങ്ങാട്ടാക്കി കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ
വിപ്രോഷ്ടൽ കുസുമാകരവായുന ചലൽപ്രവാളപിടവ നളിനീതര സമ്പതി നാനാരണ്യമൃഗാവ്രാതേരനാബാധ മുനിവൃതിയാഹോദം മന്യതേ പാതോ യത്ര കോകിലകൂജിതൈ എതിർച്ഛയാഗതാം തത്ര ദർശത്തമതോത്തമം ഭൂതേ ദശവിധായന്തി മേഘീക ശതനായകേ പഞ്ചശീർഷായ ദേവതാത്മിവാം സനോ വിജിത കൈശോരോ സമവൃത്തോ നിരന്തരോ വസ്ത്രാന്തേന നിഗൂഢന്തി വ്രീഡതാഗജഗാമിനിം തമാഹരിതം വീര സംവൃഢസ്മിത ശോഭനം സ്നിഗ്ധോപാംഗം പാംഗാവരീം ധീരോ കിം ജിഗീഷതി ശംസമേ തയേതേനു ബന്ധായേ ഏത ഏകാദശ മഹാഭടവ ഏതാവാലൽനാസുഭൃക്കോയം ദേഹി പുരസ്സനാ ത്വം ഹിർഭവാന്യസവാഗ്രമാപതിം വിജയിന്നുതം കിം മുനിബന്ധഹോമനെ തദ്ഭുംഗ്രികാമാസവസസ്തവാമം ത്വം പത്മകോശം പതിതക്കരാഗ്രാൽ നാസാംവരോർവന്യതമാം ഭുവി സ്മൃക്പുരീതമാം വീരവരേണ സാകം മർഹ്യങ്കലം സം കർത്തുമഭദ്രവ കർമ്മണാലോകം വരം ശ്രീരിവപുണ്യജ്ഞപുംസാം യതപേ ഉദിഹിഷ്യാമി താം സ്നേഹം സ്വബന്ധൂരിഭരന്തമാം ഇവാശ്വസനാസ്തവിദം പശും വ്യസനോല്ലാസനാശ്രയം തമാശ്രിതഘോരാത്മനിരനുഗ്രഹനനിശിതർപ്പണേ വനേഷു ഘനഗോചരാന്തേഷു പ്രദൃഷ്ടേഷു രാജമൈത്യാൻ പശൂൻ വനേ യാവദർത്ഥമലം ദുഗ്ധോനാദീയമേതേ ഏവം കർമ്മനിയമം വിദ്വാൻ കുർവീതമാനവ കർമ്മണ തേന രാജേന്ദ്ര ജ്ഞാനേന സലപ്യതേ അന്യഥാ കർമ്മ കുർവാണവാനാരൂഢോ നിബദ്ധ സ്ഥാലീ പുരുഷാദീന്യപ്യമൃത വദഭ്യവഹരതി അഥാ കഥാചിത് കശ്ചിത് വൃഷളപതിർ ഭദ്രകാളിയെ പുരുഷ പശുപാലപത്യകാമ തസ്യ ദൈവമുക്തസ്യ പശോ പദവിം തദനുചരാഹ പരിധാവന്തോ നിശീത സമയേ തമസാവൃതായ साक्षात् भगवता निमिषारिवरो युधेन अप्रमत्तेन तैश्चैर्भावै परिरक्ष्यमाणानां तल्पादमूलमगुदश्चिद्भयम् उपसृतानां भागवत परमहंसानां इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां जडभरतचरिते नवमोऽध्याय सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द तव चरणयुगम् साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् हरे शरणं मे तव चरणयुगम् हरे शरणं मे तव चरणयुगम् पालय मां भद्रकाली पालय मां हरे मां पालय मां पालय मां भद्रकाली पालय मां देवी पालय अखिलेश्वरी मां पालय मां निर्वैराणां साक्षात् भगवता निमिषारिवरो युधेन अप्रमत्तेन तैश्चैर्भावै परिरक्ष्यमाणानां तल्पादमूलमगुदश्चिद्भयम् उपसृतानां भागवत परमहंसानां इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां जडभरतचरिते नवमोऽध्याय सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द श्रीरञ्जितसायण अम्मे मात्रे नारायण अम्मे नारायण देवी नारायण जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता किङ्गिणि पद कमला कृष्ण कङ्गण करयुगला
കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയ ജലനീയ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवत कृष्ण तरुणी चित्तहरा जयया पालय दामोदर हरि तुलसीदामधरा देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता അകത്ത് പ്രസാദം വാങ്ങിച്ചതിന് ശേഷം അന്നപ്രസാദവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കട്ടിപ്പായസം വഴിപാട് മുറിച്ചവർക്ക് വഴിപാട് കൗണ്ടറിൽ പറഞ്ഞാൽ ആ കട്ടിപ്പായസം വഴിപാട് അവർക്ക് പ്രത്യേകമായി ലഭിക്കുന്നതാണ്. അതുപോലെ മൂന്നാം ദിവസമായ നാളെ രാവിലെ 6:30 തന്നെ നമ്മുടെ ചടങ്ങിവിടെ രാവിലെ 6:30 നമ്മുടെ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കും. സമയത്തിന് മുന്നേ തന്നെ ഭക്തജനങ്ങൾ കുടുംബസമേതം ഇവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്തജനങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും രാത്രി അന്നപ്രസാദവും ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. നാളത്തെ വിശേഷപ്പെട്ട വഴിപാട് കഷായം